ഹായ് ഓൾ. 2 ദിവസമായി വീഡിയോ ഇടാനൊന്നും പറ്റാണ്ട് വീഡിയോ എടുത്തു വെക്കുന്നു. ഇതൊരു 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു മട്ടൻ കറി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരോടും. അങ്ങനെ പുതിയ ആൾക്കാർ കാണുമ്പോഴല്ലേ നമുക്കൊന്നും കൂടി, പഴയ ആൾക്കാർ കാണരുതെന്നല്ല കേട്ടോ, പഴയ ആൾക്കാരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പുതിയ ആൾക്കാർ കമൻ്റ് ഇടുമ്പോൾ കമൻ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് പുതിയ ആൾക്കാർ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പേര് വീഡിയോ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇക്കാടെ അസുഖം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്തിനാ താത്ത ഓട്ടോ ഓടിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. താത്ത ഓട്ടോ ഓടിക്കുകയാണോ, എന്ത് വണ്ടിയാണ് ഓടിക്കുന്നത്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടിയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. അങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കാൻ മിനിഞ്ഞാന്ന് ഇവിടെ അടുത്തൊരു വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് നമുക്ക് മട്ടൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മട്ടൻ 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ 3ാമത്തെ ദിവസം അന്ന് ഒഴിവില്ലായിട്ടാട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ചോറിലേക്ക് ഇതേപോലെ നല്ല സ്പൈസി ആയിട്ട് നല്ലോണം കുരുമുളകൊക്കെ ഇട്ടിട്ട് വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ അങ്ങനെ കഴിഞ്ഞു. അന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ, ഇത് ഇന്നലെ രാവിലെയാണ് കേട്ടോ. ഇന്നലെ രാവിലെ എനിക്കൊരു കേച്ചേരി ഓട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ഉപ്പയാണെങ്കിൽ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉഴിച്ചിലിന് കിടക്കുന്നുണ്ട്. ഉപ്പാക്ക് കൈവേദനയായിട്ടേ. അപ്പോൾ അവിടെ ഉപ്പാക്ക് ഭക്ഷണം അഞ്ചത്തിയാണ് എന്നും കൊണ്ടുപോവുക. എനിക്ക് ഈ ഓട്ടം പോകണ കാരണം അങ്ങനെ എത്തിക്കാനൊന്നും പറ്റില്ല. താത്തും ജോലിക്ക് പോകണമെന്നുണ്ട്, താത്താക്കും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവൾക്ക് അന്ന് ഒരു ദിവസം ഒഴിവില്ല, മോന് ഫ്രീ അല്ലാത്തത് കൊണ്ട് വണ്ടിയില്ല. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കുക, എന്നോട് കൊണ്ടുപോയി കൊടുക്കുക ചോദിച്ചപ്പോൾ എന്നാൽ ഉപ്പാക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറി, പുളിയുള്ള കറി വയ്ക്കുക. ഉപ്പാക്കാണെങ്കിൽ മീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇറച്ചി മീനൊന്നും ഇപ്പോൾ കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ നല്ലൊരു വെണ്ടക്ക കറി വെച്ചു, ബീട്രൂട്ടും ക്യാരറ്റും ഉപ്പേരിയും വെച്ചു. പിന്നെ ഉപ്പാക്ക് ഇഷ്ടം ഉപ്പിലിട്ട മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആക്കിയിട്ട് ചോറും ആക്കി പോണ വഴിയിൽ തന്നെ ഞാനത് കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ കൂടി കഴിഞ്ഞു. ഇത് 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷേ ഇടാൻ നമുക്ക് ടൈം കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് ഒരു മണ്ഡപത്തിൽ ഇരുന്നിട്ടാണ്. രാവിലത്തെ വീഡിയോ വരെ ഉണ്ട്. ഇന്നത്തെ രാവിലത്തെ വീഡിയോ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കല്യാണ ഓട്ടാണ്, ചാവക്കാടാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാർ, നമ്മൾ ഒരു ചെറിയ പരിചയത്തിൻ്റെ മുകളിലൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാൻ പോവില്ല കേട്ടോ. അപ്പം ഞാൻ വണ്ടിയിൽ തന്നെ മിക്കതും വണ്ടിയിൽ വെയിറ്റ് ചെയ്യും. ഫുഡ് കൊണ്ടുപോകും, ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കും. അതെല്ലാം നമ്മൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവരൊട്ടും സമ്മതിക്കില്ല നമ്മളെ വണ്ടിയിൽ ഇരുത്താൻ. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് ഭക്ഷണത്തിൻ്റെ ടൈമാകുമ്പോൾ പോയി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ സ്ത്രീകൾ അങ്ങനെ ഒറ്റയ്ക്ക് നമ്മളെവിടെയും അങ്ങനെ നമുക്കൊരു നാണക്കേടല്ലേ. പോയിട്ട് കഴിക്കുമ്പോൾ നമ്മളറിയാത്തവർ, നമ്മൾ അറിയുന്ന ആൾക്കാരവിടെ ഇല്ല. നമ്മൾ കൊണ്ടവർ മാത്രമേ നമ്മളതിനെ അറിയുള്ളൂ. അപ്പോൾ അവർ നിർബന്ധിക്കുമ്പോൾ അവരുടെ കൂടെ ഞാൻ പോകും. അപ്പോൾ അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കും, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ നമുക്ക് ചെറിയൊരു ചമ്മലാണ് കേട്ടോ, വിളിക്കാത്ത പരിപാടിക്കല്ലേ പോണത് എന്നുള്ള ഒരു ചമ്മൽ. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വണ്ടി ഓടിച്ചിട്ടുള്ള താത്തയാണെന്നും കൂടി പറയുമ്പോൾ ഭയങ്കര സന്തോഷമാകും. അപ്പോൾ അവർ ഒന്നും കൂടി നമ്മളതിന് കൂടുതലായിട്ട് കെയർ ചെയ്യും. നമുക്ക് എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും 2 വർഷത്തോളം ഞാൻ വണ്ടി ഓടിക്കുന്നു. 2 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായ അനുഭവമാണത്. എന്നെ പരിചയപ്പെടുത്തി എൻ്റെ വണ്ടിയിലാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്നോട് ഒരുപാട് സന്തോഷമാണ് അവർക്ക്. ഒന്നും കൂടി നമ്മളതിനെ ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മളതിനെ നിർബന്ധിക്കും, അത് കഴിക്കും ഇത് കഴിക്കും, അങ്ങനെയൊക്കെ നമ്മളതിനെ കൂടുതൽ സൽക്കരിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ നാണക്കേടാവും. എന്താ വെച്ചാൽ നമ്മൾ വിളിക്കാത്ത പരിപാടിക്ക് പോയിട്ട് നമ്മളതിനെ ഇങ്ങനെ സൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നാണക്കേടാവും. അങ്ങനെ കല്യാണോട്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തലേദിവസം ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് മീൻ വാങ്ങിയിട്ട് വന്നു. മീൻ വാങ്ങിയിട്ട് വേഗം മീൻകറി രാത്രിയിൽ അടുപ്പത്ത്, എന്നും മീൻകറി മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുക. രാവിലെ മീൻ നന്നാക്കാനോ വെക്കാനോ ഒന്നിനും നേരം കിട്ടില്ല. അപ്പോൾ മിക്കതും രാവിലെ എന്താ ചെയ്യുക, മീൻ വാങ്ങി കൊണ്ടുവരും, മീൻകറി ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കിയിടും. പിന്നെ രാവിലെയാണ് വീണ്ടും നമ്മൾ കറി വേവിക്കണതും കറി നമ്മൾ കുറുക്കിയെടുക്കുന്നതും. കുറുക്കുക പറഞ്ഞാൽ ചാറ് ഒന്നുകൂടി വറ്റിക്കുക, അപ്പോഴാണല്ലോ കറി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ താളിക്കുന്നതും രാവിലെയാണ്. മീൻകറി വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ നീച്ചിട്ട് എന്താണ് ഇനി കറി വെക്കാമെന്ന് ചിന്തിക്കേണ്ട, ജോലികളും എളുപ്പമാണ്. അടുക്കളയിൽ നമുക്ക് ചോറിന് ചായയുടെ പരിപാടി, ചായയുടെ കടിയിൽക്കും നമ്മൾ ഈ കറി കൂട്ടിയിട്ട് കഴിക്കും. അതിനായിട്ട് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ നാളെ ദോശക്കാണ് ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആട്ടി വെക്കുമ്പോൾ അതിലേക്ക് രാവിലേക്ക് ഇനി ചട്നി ഒന്നും ഉണ്ടാക്കണ്ട, മീൻകറി കൂട്ടിയിട്ട് കഴിക്കും. മസാലയൊക്കെ ശരിയാക്കി എല്ലാം റെഡി ആയതിനു ശേഷം കറിയോടൊപ്പം തന്നെ നമ്മുടെ മീനിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. അത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണത്. ദോശക്കുള്ള മാവും കൂടി ആട്ടി വെച്ച് കഴിഞ്ഞാൽ രാത്രികളത്തെ പരിപാടി ഓക്കെ കേട്ടോ. ഇനി രാവിലെയാണ് ഇനി വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരോടും
ബൈ ബൈ.